മറക്കാതിരിക്കാൻ ഈ പാട്ടുകളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വനിതാ ദിനം ആശംസകൾ സ്നേഹപൂർവ്വം. വനിതാ ദിനം അന്തർരാഷ്ട്രീയമായി ആചരിക്കുകയാണെങ്കിൽ മാർച്ച് 8-ന് നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനായി ഓടിയെത്തിയത് പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന പാട്ടാണ്. എസ് രമേശൻ നായർ എന്ന ഒരു സാധാരണ മനുഷ്യരിൽ പിറന്നു വീണ വരികൾ. ഒരിക്കൽ കോഴിക്കോട് ഒരു മാഗസിൻ പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ പോകാനിടയായപ്പോൾ അവിടെ വെച്ച് രമേശൻ നായർ എന്ന എഴുത്തുകാരനെ കാണുവാനിടയായി. എനിക്ക് അദ്ദേഹത്തെ അറിയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പൂമുഖ വാതിൽക്കൽ എന്ന പാട്ട് ഞാനാണ് എഴുതിയത്. എനിക്കത് വിശ്വസിക്കുവാൻ പോലും കഴിഞ്ഞില്ല. കാരണം ആ പാട്ട് എത്രയോ ഔന്നത്യത്തിലായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇതിൻ്റെ മറ്റ് വിവരങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കുന്നില്ല. അതായത് പാട്ടിൻ്റെ ബാക്കി പാടിയതിനെക്കുറിച്ചും വിവരണങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ പാട്ട് മറക്കാതിരിക്കാം ഈ പാട്ടുകളിലേക്ക് ചേർക്കുന്നു. ഇത് സെർച്ച് ചെയ്ത് യേശുദാസ് പാടിയത് ആസ്വദിക്കണം കേട്ടോ. വീടുകളിലെ അംഗങ്ങൾ അങ്ങും ഇങ്ങും പോകുന്ന ഇക്കാലത്ത് സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ ഈ പാട്ട് എഴുതിയതും കേൾക്കുന്നതുമൊക്കെ മണ്ടത്തരമാവുമെന്നാവും പുതിയ തലമുറയ്ക്ക് പറയാനുള്ളത്. പക്ഷേ സമൂഹത്തിൻ്റെ അടിത്തറയാ നാലുകാലുള്ള ഒരു വീടിൻ്റെ വിളക്ക് സ്ത്രീയാണെന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്തൊരു ക്രെഡിറ്റാണ് നമുക്ക് തോന്നേണ്ടത്. അഭിമാനത്തോടെ കവി രമേശൻ നായർ എഴുതിയതുപോലെ ഒന്ന് അറിഞ്ഞു ജീവിച്ചു നോക്കിയാലോ. ഇതിലെ വരികൾ ഒരു സ്ത്രീക്ക് കുടുംബത്തിലെ സ്ഥാനം ഉയർത്തി കാണിക്കുന്നു. അവളുടെ ഇത്തരത്തിലുള്ള ജീവിത പ്രവർത്തനങ്ങൾ നാടിനെയും വീടിനെയും ശാക്തീകരിക്കും. ശരിക്കും സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ് സ്ത്രീയായ ഭാര്യ. അവൾ ദുഃഖത്തിൻ്റെ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ എന്ത് ഈസിയായിട്ട് പുഷ്പങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള മാന്ത്രികയാണ്. നിരാശപ്പെട്ട ജീവിതം അവസാനിപ്പിക്കേണ്ടവളല്ല. തെളിഞ്ഞാലും എണ്ണ പറ്റില്ല. കാരണം സ്നേഹം കൊണ്ടാണ് അവളെ പണിതിരിക്കുന്നത്. ഭൂമിയെക്കാളും ക്ഷമയുള്ള ദേവി, മന്ദസ്മിതങ്ങളാൽ നീറും മനസ്സിനെ ചന്ദനം ചാർത്തുന്നവൾ, കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ചവരുണ്ട്. പക്ഷേ ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത് മഴവില്ല് തീർക്കാൻ അവൾക്ക് സാധിക്കുമെന്നാണ് കണ്ണുനീർത്തുള്ളികളിൽ. പിന്നെ അങ്ങോട്ട് കാര്യം സീരിയസായി, കാര്യത്തിൽ മന്ത്രി, രൂപത്തിൽ ലക്ഷ്മി, കർമ്മത്തിൽ ദാസിയും ഒക്കെയായി. നാനാവിധ ദൗത്യങ്ങൾ വിജയപൂർവ്വം ഭർത്താവിനോടൊപ്പം നിന്ന് നടത്താൻ കഴിവുള്ളവളെന്ന് എന്നേക്കുമായി വിസ്മയകരമായി ഈ സംഗീതം രൂപപ്പെട്ടിരിക്കുന്നു. ഇനി എന്ത് വേണം സ്ത്രീക്ക് അഭിമാനിക്കാൻ? ഇതൊരു വലിയ റോളാണ്. ഇതിന് വിപരീതമായി സ്ത്രീ പ്രവർത്തിച്ചാൽ എന്താകും ഫലമെന്ന് കവി പറയേണ്ടതില്ലല്ലോ. ഇനി ഓരോ സ്ത്രീക്കും തീരുമാനിക്കാം അവളുടെ റോൾ. അപ്പോൾ ഈ മധുര ഗീതമാണ് ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. പാട്ട് തുടങ്ങട്ടെ. ഞാൻ ഓർമ്മിപ്പിക്കുന്നെന്ന് മാത്രം കേട്ടോ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ദുഃഖത്തിൻ മുള്ളുകൾ തൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാക്കുന്നു ഭാര്യ.